സൂര്യ നമസ്കാരം. രാജ്മോഹൻ ഉണ്ണിത്താനെ മർദ്ദിക്കാനും സെക്രട്ടേറിയറ്റിൻ്റെ കൻ്റോൺമെൻറ്റ് ഗേറ്റ് തുറപ്പിക്കാനുമായി 1 ലക്ഷം പേരെ അണിനിരത്തി ഇടതുമുന്നണി നടത്തിയ ഉപരോധ സമരം ചരിത്ര വിജയമായി. സമരത്തിൻ്റെ കാരണമായി ഉന്നയിച്ച ഈ 2 ആവശ്യങ്ങളും അംഗീകരിപ്പിച്ച് സമരം സമങ്കളം അവസാനിപ്പിച്ചതിൽ സമരസേനാനികൾക്കെല്ലാം അഭിമാനിക്കാം. ഇടതുമുന്നണി സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ ഈ സരിത സമരസേനാനികൾക്കെല്ലാം പെൻഷൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ സമരം വൻ പിച്ച വിജയമായ സ്ഥിതിക്ക് ദിനംതോറും ഓരോ സഖാക്കളെ വീതം തല്ലിക്കൊല്ലുന്ന ബംഗാളിലെ മമത സർക്കാരിനെതിരെയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സോണിയ സിംഗ് സർക്കാരിനെതിരെയും ഇതേപോലെ തന്നെ വിജയം വരെ ഉപരോധ സമരം നടത്താൻ തയ്യാറാകണം എന്ന് സഖാക്കളോടെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിക്കട്ടെ. LDFിന്റെ ഉപരോധ സമരം ആപ്പിലായി. ആരോ ഇഞ്ചി കടിച്ചതുപോലെ ഇടതുമുന്നണി നേതാക്കൾ, നഞ്ചു കഴിച്ചതുപോലെ ഗ്രൂപ്പ് വാഴക്കന്മാർ, തഞ്ചത്തിൽ മൊഞ്ചോടെ ചിരിച്ച് ഉമ്മൻചാണ്ടി. ഉപരോധ സമരം കടകംപള്ളി സുരേന്ദ്രനെ ദൈവവിശ്വാസിയാക്കി. ശരണം വിളികളുമായി അണികളുടെ ആവേശം. എന്തിനാണ് പോലീസിന് കല്ല്? UDFിന്റെ കക്കൂസ് ഉപരോധത്തിൽ സമര നേതാക്കൾക്ക് അമർഷം. പോലീസ് കല്ലു സംഭരിച്ച് സമരത്തെ തകർക്കാൻ ശ്രമിച്ചെന്നും നേതാക്കൾ. ഇറ്റലിയുണ്ട്, ഇറ്റലിയുണ്ട്. എന്റെ അച്ഛോ അധികം ദേഹം ഇളക്കണ്ട. ഇളകാനൊന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. ഏതച്ഛൻ വന്നാലും രാജ്മോഹൻ ഉണ്ണിത്താന് കിടക്കപ്പുറതിയില്ലെന്ന പഴഞ്ചൊല്ല് ഇക്കുറിയും പതിരായില്ല. മുതുകിൽ ഇടിയുടെ ഇഡ്ഡലിയുമായി ഉണ്ണിത്താൻ ആശുപത്രിയിൽ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ഏതെന്ന് ചോദിച്ചാൽ തവള എന്ന് പറയാത്തവരില്ല. മറ്റൊരു ജീവി ഏതെന്ന് ചോദിച്ചാൽ മറ്റൊരു തവള എന്ന് പറയുന്ന ഗവേഷകരും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ കരയിലും വെള്ളത്തിലും ആകാശത്തും ജീവിക്കുന്ന ജീവി ഒന്നേയുള്ളൂ. അത് ദേവഗൗഡാജിയാണ്. കേന്ദ്രത്തിൽ UPA സർക്കാരിനെ പിന്താങ്ങാനുള്ള കത്ത് കൊടുക്കുകയും കർണാടകയിൽ BJPയുടെ പിന്തുണ തേടുകയും കേരളത്തിൽ LDFിനെ പിന്തുണയ്ക്കുകയും ചെയ്യുക. ഇതൊക്കെ ഗൗഡാജിക്കല്ലാതെ മറ്റാർക്ക് കഴിയും? അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപരോധ സമരം ഗൗഡാജി ഉദ്ഘാടനം ചെയ്യുന്നതിലും നല്ലത് BJP ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു എന്ന് പറയുന്നവരും ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണോ ഉറങ്ങിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല, ഗൗഡാജിക്ക് പകരം പാർട്ടിയിൽ പ്രകാശം പരത്തുന്ന കാരാട്ട് സഖാവാണ് ഉപരോധം ഉദ്ഘാടനം ചെയ്തത്. ചുമ്മാ വെറുതെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് മടങ്ങിയ മുൻ പ്രധാനമന്ത്രി ഗൗഡാജിയാകട്ടെ നേരെ പോയത് കർണാടകത്തിൽ BJPയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന മരുമകൾക്ക് വോട്ട് പിടിക്കാനാണ്. ആദ്യം ഉപരോധ സമരത്തിലെ കാഴ്ചകളിലേക്ക്. തെക്കും കൊല്ലത്ത് വാഴുന്ന പൊന്നും ഭഗവതിയേ, ഞാനിവിടെ തൊങ്കുവന്നു കളി വിളയാടട്ടെ. പള്ളിവാളും ഭദ്രവട്ടവുമായി തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങാം. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ. നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി.
CPIയിലെ ഗവേഷണ പടുവായ സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ നടത്തിയ അന്വേഷണത്തോടെയാണ് സമരത്തിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയത്. ലോക പോലീസ് ചരിത്രത്തിൽ ഇതിനു മുമ്പ് ആരും രേഖപ്പെടുത്താത്തതായിരുന്നു ഗവേഷണത്തിൻ്റെ കണ്ടെത്തലുകൾ. കേരളത്തിലെ ക്രമസമാധാന നില തകർത്തി ഭരണാധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ബോധ്യമാവുന്നത്. പോലീസുകാർ കല്ല് ശേഖരിക്കുകയാണ്. ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. എന്തിനാണ് പോലീസിന് കല്ല്? കുപ്പിയിലും കല്ലിലും നോക്കണം. പോലീസിന്റെ കയ്യിൽ മറ്റായുധങ്ങളുണ്ടല്ലോ, കല്ലിന്റെ കാര്യം എന്താ? ഇങ്ങനെയല്ല, അതെ നോക്കൂ, ഇങ്ങനെ അറിയണോ? ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്. ബോധപൂർവം സമരക്കാരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി അതിന് ഉത്തരവാദിത്തമെല്ലാം സമരക്കാരെ തലയിൽ കെട്ടിവെക്കാനുള്ള ഹീന ശ്രമം മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നതെന്ന് ഞങ്ങൾ ആക്ഷേപിച്ചാൽ ഞങ്ങൾ തെറ്റു പറയേണ്ട കാര്യമില്ല. അതിനു പിന്നാലെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏർപ്പെടുത്തിയ കക്കൂസ് ഉപരോധം വിവാദമായി. LDF ആയാലും UDF ആയാലും നിങ്ങളിങ്ങനെ മാറി മാറി ജനങ്ങളെ ഉപരോധിച്ചാൽ വൈകാതെ കേരളത്തിലെ വീടുകളിൽ കക്കൂസ് തന്നെ വേണ്ടിവരില്ല. വയറ്റിലോട്ട് വല്ലതും പോയാലല്ലേ വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ. കക്കൂസ് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ പൊതു കക്കൂസുകൾ പൂട്ടിയിടുന്നൊരു നിർദ്ദേശം പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് സൗകര്യം കൊടുക്കില്ല എന്ന നില വന്നാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ, ഇവിടുത്തെ അവസ്ഥ എന്താ? അതിനൊക്കെ പോംവഴികൾ ഉണ്ടാക്കുന്നു. ഒരു 10 മൈൽ നടന്നു കഴിഞ്ഞാൽ കാലത്തെത്താം. ഇതിനൊക്കെയുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കൊരു പരിധി വരെയല്ലേ നിയന്ത്രിച്ചൊക്കെ നിർത്താൻ പറ്റും. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ അത് അതിൻ്റെതായ വഴിക്ക് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുമല്ലോ. അതിനൊക്കെ പോംവഴികൾ ഉണ്ടാക്കുന്നു. ടോയ്ലറ്റ് അടച്ചുപൂട്ടാൻ പറയുന്ന ഒരു ഭരണാധികാരി, ഇതുപോലെ നാണം കെട്ടൊരു ഭരണാധികാരി ഉണ്ടോ? നമ്മൾ ഇതൊന്നും അവിടെ അടച്ചു പൂട്ടിയിട്ടില്ല. വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം പോലും നിശ്ചയിച്ച ഒരു ഗവൺമെന്റ് ചരിത്രത്തിലുണ്ടോ? പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കില്ല എന്റെ ജോലി. പോവാ ചക്ക അവിടുന്ന്.